Hello everyone, Omar Mohammed here. So, നമ്മുടെ ഈ മെൻറ്റർ വീഡിയോ സീരീസിൽ we have been discussing about what to do in our last lab. അല്ലേ, ഈ ഒരു ലാസ്റ്റ് 1 വീക്കിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഇത്രയും വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദോസ് തിങ്സ് ദറ്റ് വി ഷുഡ് ബി അവോയ്ഡിങ് ഇൻ അവർ ഫൈനൽ വീക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് 1 വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു 100 ചാപ്റ്റേഴ്സ്, നിയർലി 100 ഞാൻ റഫ് നമ്പറായിട്ട് പറയുന്നതാണ്, ആ ഒരു അത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യണം. സോ ഈ ഒരു റിവിഷൻ സ്ട്രാറ്റജി ഇല്ലാതിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് പല സ്റ്റുഡൻസും ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു ലാസ്റ്റ് 1 വീക്കിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇത്രയും കാലം എങ്ങനെയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ആ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആ വീഡിയോ പോയി കണ്ടു നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു മച്ച് ഫോക്കസ് ഓൺ അവർ വീക്ക് ഏരിയാസ്. സോ നമ്മളിൽ പലരും ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് പല സ്റ്റുഡൻസും പല സ്റ്റേജിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലേ. ചില സ്റ്റുഡൻസ് +1 സ്റ്റാർട്ടിങ് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, +2 നിന്ന് തുടങ്ങിയവരുണ്ടാവും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഡോപ്പയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പല സ്റ്റുഡൻസും പല പല സ്റ്റേജസിലാണ് നമ്മുടെ എൻട്രൻസ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങളൊരു ഏരിയയിൽ വീക്കാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് 1 വീക്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട അതിലൊരു കാര്യമില്ല. പല സ്റ്റുഡൻസും ഒരു ലാസ്റ്റ് ലാപ്പിൽ ഒരുപാട് ഫോക്കസ് വീക്കായിട്ടുള്ള ഒരു ഏരിയയിൽ കൊടുത്ത് ടൈം കളയാറുണ്ട്. 3 to 4 hours ഒരു ദിവസം ഒരു കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റെഡ് നമ്മൾ ആ ഒരു എനർജി നമ്മൾ സ്ട്രെങ്ത് ഉള്ള ഏരിയാസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളെല്ലാവരും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിഗ്ലെക്റ്റ് ഇൻ ദ വീക്ക് ഏരിയാസ്. ഞാൻ പ്രീവിയസ് പോയിൻ്റായിട്ട് പറഞ്ഞത് നിങ്ങൾ ഓവർ ഫോക്കസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്, നിങ്ങളുടെ വീക്ക് ഏരിയാസ്. ഇപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ ഓവർ എക്സ്ട്രീം എൻഡിലേക്കാണ്. അതായത് കംപ്ലീറ്റായി നമ്മൾക്ക് വീക്കായിട്ടുള്ള ഏരിയ നമ്മൾ നിഗ്ലെക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും ആക്ച്വലി ഒരേപോലെ തന്നെയാണ്. അതായത് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ചിലപ്പോൾ റിവൈസ് ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല എന്ന് തോന്നുന്ന ഒരു ഏരിയ നിങ്ങൾ കംപ്ലീറ്റായി നിഗ്ലെക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ അറിയുന്ന ചാപ്റ്റേഴ്സ് മാത്രം വായിച്ചു പോയാൽ ഒരു പക്ഷേ നമുക്കറിയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരികയും നമ്മൾ മിസ്സ് ചെയ്ത ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ കംപ്ലീറ്റായി നമ്മൾ നിഗ്ലെക്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം വരാൻ. നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ്റെ നടുവിൽ തോന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ചെറിയ ഒരു ബേസിക് ഒരു ബ്രഷപ്പ് കൂടി ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് ആ ഒരു ടൈമിൽ ആ ഒരു റിഗ്രറ്റ് വരും. അപ്പോൾ ഈ ഒരു 2 എക്സ്ട്രീമിലേക്കും പോവാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു റിവിഷൻ സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഒരു ½ an hour ഒരു ചാപ്റ്ററിനും വീക്കായിട്ടുള്ള ഒരു ഏരിയയിൽ 1 hour അതിൽ കൂടുതൽ ഒരിക്കലും സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഫോക്കസ് ചെയ്യാം. ഹാവ് എ ബാലൻസ് വെൻ ഇറ്റ് കംസ് ടു ദോസ് ടോപ്പിക്സ് ആൻഡ് ഏരിയാസ് ഇൻ വിച്ച് യു ആർ വീക്ക്. ഇനി ഫോർത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവർ ടൈം പ്രോബ്ലം സോൾവിങ്ങിന് സ്പെൻഡ് ചെയ്തിട്ട് ആൻഡ് നിഗ്ലെക്റ്റിംഗ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇതും വേറൊരു മിസ്റ്റേക്കാണ്. അതായത് ദിസ് ഈസ് ആക്ച്വലി ദ ടൈം വെർ യു ഹാവ് ടു സോൾവ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ എവറി ഡേ പ്രീവിയസ് ഇയറിന്. ആൻഡ് ദറ്റ് ടു ഞാൻ പറയുന്നത് ബിറ്റ്വീൻ 2 PM to 5 PM. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിന് നമ്മൾ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ബിറ്റ്വീൻ 2 PM to 5 PM ആണ് അല്ലേ. ആ ഒരു ടൈമിലേക്ക് നമ്മളിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വന്നാൽ നമ്മളെ മൈൻഡ് ആ ഒരു ടൈം ആകുമ്പോഴേക്ക് കണ്ടീഷൻഡായി വരും. സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ടൈം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ എസ്പെഷ്യലി ന്യൂമറിക്കൽസിന് കൂടുതൽ സോൾവ് ചെയ്യാൻ നോക്കും, പ്രോബ്ലം സോൾവിങ്. എന്നിട്ട് ഈ ഒരു പാർട്ട് ചിലപ്പോൾ നിഗ്ലെക്റ്റ് ചെയ്തേക്കാം. ആ ഒരു മിസ്റ്റേക്ക് ആരും തന്നെ ചെയ്യരുത്. ഇനി 5ാമതായി പറയാനുള്ള കാര്യം ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞതിന് ശേഷം കമ്പൽസറിലി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ റിവ്യൂ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ നമുക്കതിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ആൻസറിങ് 4 ടൈപ്പ് ആയിരിക്കും. ഒന്ന് കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കാം, രണ്ടാമത്തേത് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കാം,
തേർഡ് വൺ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നാലാമത്തേത് നമ്മൾ കാൽക്കുലേറ്റഡായി ഗെസ് ചെയ്ത ആൻസേഴ്സ് നമുക്ക് കറക്റ്റായി കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗെസ് വർക്കിലൂടെ നമുക്ക് കറക്റ്റായി കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഭാഗ്യം കാരണം. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മിസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇൻകറക്റ്റായി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ്, നമ്മൾ ഗെസ് ചെയ്ത് കറക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, എക്സാമിന് ശേഷം 1 hour എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് ആ ഒരു ഭാഗം നമ്മൾ റിവ്യൂ ചെയ്യണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്റ്റുഡൻസിനും ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു 3 hour എക്സാമിനേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് മോശമാണെങ്കിൽ ഒന്നെങ്കിൽ അവർ ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ 3 hour എക്സാം എഴുതിയതിൻ്റെ ഹാങ് ഓവറിൽ അവർ ഈ റിവ്യൂ സെഷൻ അവർ നിഗ്ലക്റ്റ് ചെയ്യും. പകരം ആ ഒരു ടൈം എക്സ്ട്രാ എന്തെങ്കിലും റിവിഷനോ പഠിക്കുകയോ പ്രോബ്ലം സോൾവിങ്ങോ ചെയ്യാമെന്ന് വിചാരിക്കും. ആക്ച്വലി ഈ ഒരു റിവ്യൂ സെഷനാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതുന്നതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പേർപ്പസ് ഇതായിരിക്കും നിങ്ങൾക്ക് നീറ്റ് എൻട്രൻസിൻ്റെ അന്ന് ഏറ്റവും യൂസ്ഫുള്ളായി വരാൻ പോകുന്ന ഒരു കാര്യം. So that's our point number 5. And finally, one very very important thing which is not related to studies, and that is regarding our habits, അതായത് ഫുഡ് ആൻഡ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ആൻഡ് our distractions. സോ അറിയാലോ, ലാസ്റ്റ് 1 week ആണ്. ഞാൻ സ്ട്രെസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. മാക്സിമം ഗ്യാതറിങ്സ്, വെഡ്ഡിങ്സ്, ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ്, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റായി നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ടൈമാണ്. പിന്നെ നിങ്ങളുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, ഇനിയുള്ള ഒരാഴ്ച നിങ്ങൾ നല്ല ഗുഡ് സ്ലീപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓവറായി സ്റ്റഡി ചെയ്ത് ഒരു ഡേ, ഞാൻ എൻ്റെ മെൻറ്റർ സീരീസ്, നമ്മുടെ മുന്നേ ഉള്ള മെൻറ്റർ സീരീസ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ലൈക്ക് 10 to 12 hours വർക്കും മിനിമം നമുക്കൊരു 7 to 8 hours, അല്ലെങ്കിൽ ബിറ്റ്വീൻ 6 to 8 hours സ്ലീപ്പ് എന്തായാലും നമ്മൾ ഈ ഒരു 1 week എൻഷുർ ചെയ്യണം. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ എ ഗുഡ് ഡയറ്റ്. നീറ്റ് എക്സാമിന് പോകുന്ന അന്നും നല്ല ഡയറ്റ്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല സ്ലീപ്പിന് ശേഷം മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊരു പെർമനൻറ്റ് മെമ്മറിയിലേക്ക് മാറുന്നത്. ഇറ്റ്സ് ഡ്യൂറിങ് അവർ സ്ലീപ്പ്. സോ ഇതൊക്കെയാണ് നമ്മൾ അവോയ്ഡ്, ഒരു കോമൺ മിസ്റ്റേക്സ് ആണ് സ്റ്റുഡൻസ് ചെയ്യുന്നത്. സോ ആസ് എ റിവ്യൂ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ് ഇസ് യു മസ്റ്റ് ഹാവ് എ റിവിഷൻ സ്കെഡ്യൂൾ ഫോർ ദ ലാസ്റ്റ് 1 week. And do not focus much on your weak areas or neither neglect it completely. പിന്നെ പറയാനുള്ളത്, നമ്മൾ do not neglect the previous year question papers and reviewing them after writing the examination. And finally, maintain a good sleep cycle and have healthy food habits. Avoid all your distractions, social media, gatherings, weddings for this 1 week. നിങ്ങളെല്ലാ എഫേർട്ടിലേക്ക് ഇടുക ഈ ഒരു 1 weekനായിട്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ September 12th ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫ്രം ടീം ഡോപ്പ. താങ്ക് യു.